സ്റ്റേജിലേക്ക് ഇപ്പോൾ കയ്യിൽ ആളുകളെ പ്രഷർ എടുക്കുന്ന നിലയിലേക്ക് ബേസിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ ഒരു എൻ്റർടൈനറായിട്ടാണ് കാണുന്നത്. അതിന് ഞാൻ കണ്ടെത്തിയ മീഡിയം സിനിമയാണെന്നേ ഉള്ളൂ. അതിപ്പോൾ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിലും അതുപോലെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് സ്പേസിൽ തന്നെയായിരിക്കും ഞാൻ ഉണ്ടാവുക. ആൾക്കാർ ചുറ്റുമിരിക്കുമ്പോൾ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. ബോറടിച്ചിരിപ്പിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉള്ളിലുള്ള സാധനമാണ്. അപ്പോൾ അത് സിനിമയിൽ വന്നപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അഭിനേതാവ് എന്നുള്ള രീതിയിലോ ഡയറക്ടർ എന്നുള്ള രീതിയിലോ അതിലൊരു പെർഫോമർ എന്നുള്ള രീതിയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാർ സന്തോഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ കിട്ടുന്നത് നല്ലത് തന്നെയാണ്. ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ആളുകളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ആൾക്കാർ നമ്മളെ കാണാൻ വരുന്ന ആളെ പ്രഷർ അല്ല, അവിടെ കയറി 2 വാക്ക് പ്രസംഗിച്ച് കൊടുക്കുന്നു, ഇങ്ങനെ ഒരു എന്റർടൈൻമെന്റ് കൊടുക്കുമ്പോൾ ആ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. അതെ, ആൾക്കാർക്ക് ഇഷ്ടമാകുമ്പോൾ നമുക്കും അതൊരു സന്തോഷം. അതെ അതെ അതെ. ഈ ബേസിലിന്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ബേസിലിന്റെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതായിരിക്കും? പൊന്മാന്റെ പ്രൊമോഷൻ വന്നാൽ പറയില്ല. അല്ല, സീരിയസ്ലി ഇതിൽ എനിക്ക് അജേഷിന്റെ, അതായത് ബേസിലിന്റെ പെർഫോമൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നന്നായി ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് നിങ്ങളും അത് തന്നെ പറയാം. എല്ലാവരും ബേസിലിന്റെ ഇതിലെ അഭിനയത്തെ കുറിച്ച് തീർച്ചയായിട്ടും സംസാരിക്കും. ഈ സിനിമ സംസാരിക്കും തീർച്ചയായും. എന്തൊക്കെ ഉണ്ട് ബേസിലെ നമ്മൾ ബേസിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത എന്തൊക്കെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടും. എൻ്റേത് മാത്രമല്ല, ഞാൻ ഇനിയിപ്പോൾ ഇവരെന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവരെ കുറിച്ച് പറയുന്നതല്ല, ഇവരെക്കുറിച്ചൊക്കെ സംസാരിക്കും ഉറപ്പാണ്. ലിജോ മോളുടെ പെർഫോമൻസ്, ഞാൻ ലിജോ മോളുടെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസസിലൊന്നാണ് പൊന്മാനിലെ പെർഫോമൻസ്. സ്റ്റെഫി ഗ്രാഫ് എന്ന് പറയുന്ന ക്യാരക്ടർ സത്യമായിട്ടും ഈ പറയുന്ന ജയ് ഭീമിന് ശേഷം ഒരു ലിജോ മോൾ ഉണ്ടെങ്കിൽ പൊന്മാനിന് ശേഷം ഒരു ലിജോ മോളും ഉണ്ടാവും ഉറപ്പായിട്ടും. അതുപോലെ സജിൻ അംബാൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് ശേഷം അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ദിക്കിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് മരിയാനോ എന്ന് പറയുന്നത്. അപ്പോൾ ആളുടെ ഒരു ചോയ്സും അത് പുൾ ഓഫ് ചെയ്തിരിക്കുന്ന രീതിയും ഭയങ്കര രസമാണ്. അത് ഞാൻ പറഞ്ഞത് എത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ സിനിമ കാണാൻ പോവാണ് 30-ാം തീയതി. സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരെക്കുറിച്ചും സംസാരിക്കും. ഇതിൻ്റെ ഡയറക്ടറെക്കുറിച്ചും സംസാരിക്കും, ക്യാമറമാനെക്കുറിച്ച് സംസാരിക്കും, മ്യൂസിക് ഡയറക്ടറെക്കുറിച്ച് സംസാരിക്കും, എഡിറ്ററെക്കുറിച്ച് സംസാരിക്കും, അഭിനേതാക്കളെ എല്ലാവരെക്കുറിച്ചും സംസാരിക്കും. ആനന്ദ് മന്മഥനെ കുറിച്ച് സംസാരിക്കും. ബ്രൂണോ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത് ആനന്ദിനെ കുറിച്ച് സംസാരിക്കും. അമ്മമാരായിട്ട് അഭിനയിച്ച ജയ ചേച്ചിയും സന്ധ്യ ചേച്ചിയെ കുറിച്ച് സംസാരിക്കും. കാരണം എല്ലാവരും നല്ല എഴുത്തുകാരെ കുറിച്ച് സംസാരിക്കും. ജി ആർ ഇന്ദു ബോബൻ ചേട്ടനെ കുറിച്ചും ജസ്റ്റിൻ മാത്യുവിനെ കുറിച്ചും സംസാരിക്കും. അങ്ങനത്തെ ഒരു സിനിമയാണത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്ദുവിൻ്റെ സ്ക്രിപ്റ്റ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കണ്ട സിനിമകളിലാണ്. പക്ഷെ അതിൽ ഒരു വേദന ഉണ്ടാവും, ഒരു നൊമ്പരം ഉണ്ടാവും. ഇന്ദുവിൻ്റെ സ്ക്രിപ്റ്റുകളെല്ലാം അങ്ങനെയാണ്. ഒരു ചെറിയൊരു നൊമ്പരം നമുക്ക് തരും. നമുക്ക് ആലോചിക്കാൻ കുറച്ച് സിനിമകൾ നമുക്ക് വീട്ടിൽ ചെന്നാലും ഒന്ന് ചിന്തിക്കാനുള്ള ഒരു അതാണ് ഇന്ദുവിൻ്റെ സ്ക്രിപ്റ്റുകളിലെ ഏറ്റവും വലുത്. അദ്ദേഹത്തെ ബുക്കുകളെല്ലാം ആണെങ്കിൽ അങ്ങനെയാണ്. ബുക്കുകൾ ആ രീതിക്ക് തന്നെ ആയിരിക്കും ഈ സിനിമയിലേക്ക് വരും. ബുക്കുകളിലെ ആ രീതിക്ക് തന്നെ ആയിരിക്കും സിനിമയിലേക്ക് വരും. അദ്ദേഹം നമുക്കൊന്ന് ആലോചിക്കാൻ, നമ്മളൊന്ന് ചിന്തിപ്പിക്കും. അതെ, ആ ലിറ്ററേച്ചറിൻ്റെതായിട്ടുള്ള ഒരു ഗുണം ഈ സിനിമയ്ക്കുണ്ട്. ആ ഒരു ഡെപ്തും ആ ഒരു ലേയേഴ്സും ന്യൂആൻസസും ഒക്കെ ക്യാരക്ടേഴ്സിനും അതിൻ്റെ സെറ്റിങ്ങിലും ഐഡിയ പോലും ഒറിജിനലാണ്. നമ്മളിങ്ങനെ ഒരു കഥ ഞാൻ വായിച്ചപ്പോൾ ഞാൻ കേട്ടിട്ടില്ല അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ്, ഇനീഷ്യൽ കോൺഫ്ലിക്റ്റ്, ഇങ്ങനൊരു അത് കൊള്ളാലോ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് തോന്നി. അത് ഇതൊക്കെ ഇവിടെ ഉള്ളതാണോ, അത് ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആണല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതൊരു നേറ്റിവിറ്റി ഭയങ്കര രസമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ മരിയാനോയും കുറച്ച് കുറച്ച് പിള്ളേരുമായിട്ട് ഒരു ഫൈറ്റ് സീനുണ്ട്. നമ്മൾ അത് ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ അതൊരു ഫൈറ്റ് സീനാണ്. അവിടെ അങ്ങനെ ഒരു സ്ഥലത്തൊരു ഫൈറ്റ് സീൻ വരണം, മരിയാനോൻ്റെ ഒരു ഫൈറ്റ് എന്ന് പറയുന്ന പോലത്തെ ഇതിൽ. അപ്പോൾ ആ പിള്ളേരെ തല്ലണം എന്ന് പറയുന്നതാണ് സംസാരിക്കുമ്പോൾ ഉള്ള വിഷയം. അതിന് ഇന്ദുവൻ ചേട്ടൻ അതിനെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ആ തല്ലിനെ വെറും തല്ലാക്കുക എന്നുള്ളതല്ലാതെ ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കുതിര ഓടുന്ന പിള്ളേരെ ഇയാൾ ചെമ്മീൻ കെട്ടാണ്. ഇയാൾക്ക് കായലിൽ ചെമ്മീൻ കെട്ട് നടത്തുന്ന ആളാണ് മരിയാനോ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പം മരിയാനോ ചൂണ്ട എറിഞ്ഞിട്ടാണ് ആ പയ്യന്മാരെ ഇവിടെ ഹുക്ക് ചെയ്ത് പിടിച്ചിട്ട് ബാക്കോട്ട് വലിക്കുന്നത്. അപ്പോൾ ആ ചൂണ്ട എറിയുക എന്ന് പറയുന്നത് അവിടുത്തെ നേറ്റിവിറ്റിയും അവിടുത്തെ കൾച്ചറിനെ കുറിച്ചൊക്കെ അത്രയും ആധികാരികമായിട്ട് അറിയുന്ന ഒരാൾക്ക് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഫൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ ആ തരത്തിലുള്ള ഡീറ്റെയിലിങ്ങുകളൊക്കെ അങ്ങനത്തെ ഒരു റൈറ്ററിൻ്റെ ഒരു ഇൻപുട്ടാണ്. അത് ഇന്ദുവൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ അദ്ദേഹത്തിൻ്റെ ബുക്കുകളിലൊക്കെ കാണുന്ന ആ ഒരു ഒറിജിനാലിറ്റി സിനിമയിലും ഉണ്ട്. അതിന് നന്നായിട്ട് ജ്യോതിഷേട്ടൻ ഡയറക്ടർ എന്നുള്ള രീതിയിൽ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ജ്യോതിഷേട്ടൻ ഒരു ആർട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ എല്ലാ എക്സ്പീരിയൻസും ഇതിൽ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ ചെയ്യുന്ന വലിയ കാര്യത്തിനാണ്. അദ്ദേഹം ഡയറക്ഷൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എല്ലാം അറിയാവുമ്പോൾ അതാണ് എൻ്റെ പ്രത്യേകത. എല്ലാം അറിയാമല്ലോ. എവിടെയൊക്കെ എന്തൊക്കെ വേണമെന്നും കൂടെ അറിയാവുന്ന ഒരാളായിരിക്കുമല്ലോ അദ്ദേഹം ഡയറക്ഷനിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ. അതെ അതെ അതെ. അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഈ ഇടയ്ക്ക് 2 സിനിമകൾ അടുപ്പിച്ച് വന്ന് പ്രൊമോഷനൊക്കെ വരുന്നുണ്ട്. ചില സമയങ്ങളിൽ മലയാള സിനിമയിൽ നിന്ന് മാറി തമിഴിലേക്കും ഒരു യാത്രയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാറുമുണ്ട്.
ഇനിയിപ്പോൾ മലയാളത്തിൽ സജീവമായിട്ട് നിൽക്കണമെന്ന് തീരുമാനിച്ചുറയ്ക്കുകയോ ഉറപ്പിക്കുന്നില്ലേ? എനിക്ക് തോന്നുന്നു ഒന്ന് മാറി എന്നിട്ട് പിന്നെ വരും, പിന്നെ കാണില്ല, പിന്നെ പോകും. അത് എന്റെ കയ്യിലല്ലല്ലോ. ഒരു യാത്രയൊക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്യണമെന്നല്ലെന്ന്. അത് ഇനി കുറച്ചു കാലം മലയാളത്തിൽ നിന്ന് മാറി ഇനി കുറച്ച് തമിഴ്നാട്ടിലായാലോ? അങ്ങനെയല്ലല്ലോ. എനിക്ക് വരുന്ന സ്ക്രിപ്റ്റ്സ് അതിപ്പോൾ ഏത് ലാംഗ്വേജിലാണോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു, തമിഴിലാണെങ്കിൽ തമിഴ്, മലയാളത്തിൽ നിന്ന് വരികയാണെങ്കിൽ മലയാളത്തിൽ ചെയ്യും. അല്ലാണ്ട് ബോധപൂർവ്വം ഞാൻ കുറച്ച് നാൾ ഇനി മലയാളത്തിൽ ചെയ്തിട്ട് എന്നാൽ ഇനി ഒരു ബ്രേക്ക് എടുത്ത് തമിഴിലേക്ക് പോകും, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. വരുന്നത് ഏത് ലാംഗ്വേജിൽ നിന്നാണോ, ഏത് സ്ക്രിപ്റ്റാണോ ബെറ്റർ അത് നോക്കി. മലയാളത്തിൽ എപ്പോഴും സിനിമകൾ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. കാരണം എൻ്റെ മാതൃഭാഷ മലയാളമാണ്. എനിക്ക് കുറച്ചും കൂടി ഡയലോഗ് ഡെലിവറിയുടെ കാര്യങ്ങളായിക്കോട്ടെ. മറ്റേത് തമിഴിലാണെങ്കിൽ എനിക്കത് ഞാൻ കാണാപ്പാടം പഠിച്ച് എനിക്ക് പറയാനേ പറ്റുള്ളൂ. പക്ഷെ മലയാളത്തിൽ എനിക്ക് ആ ഫ്രീഡം ഉണ്ട്. ഞാനൊരു വാക്ക് മറന്നുപോയാൽ അതിനെ റീപ്ലേസ് ചെയ്യാനുള്ള വൊക്കാബുലറി ഉണ്ട്. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ രീതിക്ക് പറയാം. അപ്പം അങ്ങനത്തെ ഫ്രീഡം ഉണ്ട്. പിന്നെ അവിടെയും ഇവിടെയും ഡിഫറൻസ് ഉണ്ട് ബാക്കി കാര്യങ്ങളിലൊക്കെ ആയാലും. ഇപ്പം എപ്പോഴും എനിക്ക് മലയാളത്തിൽ സിനിമകൾ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. നല്ല സിനിമകൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ, ആളുകൾ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മലയാളത്തിൽ തന്നെ ചെയ്തു വെച്ചിരുന്ന സിനിമകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നല്ല നല്ല സിനിമകളുടെ ഭാഗമായി തന്നെയാണ് പോകുന്നത്. ഇനി ജമോൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കഥാപാത്രങ്ങൾ മലയാളത്തിൽ ഇനിയും ബാക്കിയുണ്ടാവും. നമ്മൾ അഭിനയം തന്നെയാണ് നമ്മുടെ ജീവിതം. അഭിനയം തീരുന്നില്ല, എത്ര പഠിച്ചാലും അഭിനയം തീരുന്നില്ല. മമ്മൂക്കാടെ വാക്ക് കടമെടുത്ത് തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് അഭിനയം തന്നെയാണ്, നമുക്ക് ഭ്രാന്ത് എന്ന് പറയാം ഏറ്റവും കൂടിയെന്ന്. ആ അഭിനയത്തിലേക്ക് ഇനി ചെയ്യണമെന്ന് ചോദിക്കുക, ആ ഒരു മനസ്സിൽ തോന്നുന്നില്ല നമുക്ക് തോന്നുന്ന ആഗ്രഹം കുറേ ഉണ്ടാവുള്ളൂ. ഇന്ന കഥാപാത്രം, ചില ആൾക്ക് ഫൈറ്റ് അല്ലെങ്കിൽ ഫുൾ കോമഡി ആയിട്ട് വേണം, അല്ലെ ആ രീതിക്ക് അങ്ങനെ എനിക്കൊരു ഫൺ ആയിട്ടുള്ള ഒരു മൂവി ചെയ്യണം എന്നുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ ത്രൂ ഔട്ട് ഫൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. കട്ടപ്പനയിലെ ഋതിക് റോഷനിലാണ് ചെറുതായിട്ടെങ്കിലും ഫൺ എലമെന്റ്സ് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഈ കുറേ സീരിയസ് ക്യാരക്ടേഴ്സ് എന്നുള്ളതല്ലാണ്ട് കുറച്ചുകൂടി ഫൺ എലമെന്റ്സ് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹമാണ്. ഈ ബേസിലൊക്കെ കണ്ടുപിടിച്ചാൽ കുറേ ഫണ്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ബേസിലെ കൂടെ ഇരുന്നാൽ തന്നെ ഇല്ല, ഞങ്ങളുടെ വൈബ് അതല്ല. പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കല്ല, അതല്ല. ഇച്ചിരി ഫണ്ട് തരുമോ എന്ന് ചോദിക്കുമ്പോ ബേസിലെ കണ്ടുപിടിച്ചാന്ന് പറഞ്ഞാൽ കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. ഒരാൾക്ക് ഫണ്ണി ആവാൻ പറ്റാന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. അത് കുറച്ചൊക്കെ നമുക്ക്. ബേസിലെ കോമഡികളാണ് ഏറ്റവും ഇഷ്ടം, സീരിയസ് കഥാപാത്രങ്ങളാണ് ഏറ്റവും ഇഷ്ടം? പറഞ്ഞില്ലേ പൊന്മാൻ അല്ലാതെ പൊതുവെ ചോദിച്ചാൽ ഈ എനർജി എനിക്ക് കാണാൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇത്രയും ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാൻ ആസ് എൻ ഇൻട്രോവേർട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ ആണോ? ഹാപ്പി ആണോ? അല്ല, ഈ ഉത്തരം മതിയോന്ന് ചോദിച്ചതാ. എനിക്ക് വേണ്ടി പറഞ്ഞ ഉത്തരം ഞാനാണോ ചോദ്യം അല്ല, നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളുടെ അടുത്തല്ലേ ഉത്തരം പറയേണ്ടത്, എന്റെ അടുത്താണോ ഉത്തരം പറയാൻ? നമ്മളാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.